ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൺഫ്ലവർ ഗ്രാനി സ്ക്വയർ ആണ്. അതിനായിട്ട് കോട്ടൺ 4 പ്ലൈയുടെ 4 കളർ യാൺസ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ബ്രൗൺ, പിന്നീട് യെല്ലോ, ഗ്രീൻ, പിന്നെ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ യാൺ എടുക്കുക. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ 3mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മാജിക് റിങ് ചെയ്യുക. റിങ് ഒന്ന് ക്ലോസ് ചെയ്ത ശേഷം ഒന്ന് ചെറുതാക്കിയ ശേഷം 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 12 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമ്മുടെ മാജിക് റിങ്ങിനെ ഒന്ന് ചെറുതായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വലിച്ച് ക്ലോസ് ചെയ്ത ശേഷം ആദ്യത്തെ ഡബിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലവറാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ ബ്രൗൺ കളർ യാണിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഹുക്ക് ഒരു സ്റ്റിച്ചിലേക്ക് ഇതുപോലെ കടത്തിയ ശേഷം യെല്ലോ കളർ യാൺ എടുത്ത് ഒരു ചെയിൻ ചെയ്യുക. ശേഷം 4 ചെയിനും കൂടി ഇട്ട് കൊടുക്കുക. 2, 3, 4 ചെയിൻ ഇട്ട ശേഷം അൺഫിനിഷ്ഡ് ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം യാണ് ഹുക്കിലിങ്ങനെ ചുറ്റിയെടുത്ത ശേഷം ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെയും രണ്ടാമതും 2 ലൂപ്പിലൂടെ കയറ്റിയ ശേഷം കംപ്ലീറ്റ് ആക്കുക. ഇങ്ങനെ 2 ട്രിപ്പിൾ ക്രോഷ്യയുടെ അൺഫിനിഷ്ഡ് വേർഷൻ ചെയ്ത ശേഷം നമുക്ക് ഹുക്കിൽ 3 ലൂപ്സ് കാണാൻ കഴിയും. ഈ 3 ലൂപ്സിലൂടെ ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുക, 2 ചെയിൻ ചെയ്യുക. ഹുക്കിൽ 2 തവണ ചുറ്റിയെടുത്ത ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലിടുക. ആദ്യത്തെ 2 ലൂപ്സിലൂടെയും പിന്നീടും 2 ലൂപ്സിലൂടെ കയറ്റി നിർത്തുക. നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്സിലൂടെയും കടക്കുക, രണ്ടാമത്തെ 2 ലൂപ്സിലൂടെ കടത്തുക. എഗെയിൻ മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അൺഫിനിഷ്ഡ് ട്രിപ്പിൾ ക്രോഷ്യ എന്നാണ് ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത്. ഇപ്പം നമുക്ക് ഹുക്കിൽ 4 ലൂപ്സ് കിട്ടും. ആ 4 ലൂപ്സിലൂടെയും ഒന്ന് ഗ്രാബ് ചെയ്തെടുത്ത ശേഷം 2 ചെയിൻ ഇടുക. ഇതുപോലെ 12 പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ശേഷം ഫസ്റ്റ് ചെയ്ത ഇതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമുക്ക് ഈ റോ കംപ്ലീറ്റ് ആക്കാം. ഇപ്പം നമുക്ക് ഫ്ലവർ പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ലീഫ് പോലെ നമുക്ക് ഒരു ഗ്രീൻ റൗണ്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്രീൻ യാണെടുത്ത് ഒരു ചെയിൻ ചെയ്യുക. എഗെയിൻ 2 ചെയിൻസ് മുകളിലോട്ട് ചെയ്ത ശേഷം 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ആ ഫ്ലവർ പെറ്റൽസിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അടുത്ത ഗ്യാപ്പിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ഒരു കോർണറാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ ചെയ്യുക. വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷ്യ സെയിം ഗ്യാപ്പിൽ ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു കോർണർ. ഇപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 കോർണർ കിട്ടണം. നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എഗെയിൻ അടുത്ത ഗ്യാപ്പിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്തത് കോർണറാണ്. അതിനായിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷ്യ സെയിം ഗ്യാപ്പിൽ ചെയ്യുക. ഇപ്പം നമുക്ക് 2 കോർണർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 2 കോർണറും കൂടി കംപ്ലീറ്റ് ചെയ്യുക. ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു റൗണ്ടും കംപ്ലീറ്റ് ആക്കുക. ഇപ്പം നമുക്കൊരു സ്ക്വയറിൻ്റെ ഷേപ്പിലോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കളർ യാണ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഒരു ഗ്യാപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ചെയിൻ ചെയ്യുക. വീണ്ടും 2 ചെയിനും കൂടി മുകളിലോട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതുപോലെ ഗ്യാപ്പുകളിൽ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത ശേഷം കോർണർ എത്തുമ്പോൾ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. നമ്മൾ ചെയ്യാൻ പോകുന്ന കോർണറാണ്. കോർണറിൽ എത്തുമ്പോൾ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും അതേ ഗ്യാപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ബാക്കിയുള്ള ഗ്യാപ്പുകളിൽ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത ശേഷം കോർണർ എത്തുമ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ 4 കോർണർ ചെയ്തെടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. നമുക്ക് ഈ ഒരു അടുത്ത ഗ്യാപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് എത്തുന്നത്. 3 ചെയിൻ ഇട്ട് കൊടുത്തു. ഓരോ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. കോർണറിൽ മാത്രം 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്ത ശേഷം നമുക്കിത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരു കുഷ്യനായിട്ടോ മേശവരി ആയിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഈ ഒരു ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഗ്രാനി സ്ക്വയർ ഉപയോഗിച്ച് ഒരു മൊബൈൽ പൗച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ശേഷം ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് നമ്മുടെ ലെങ്ത്തിന് അനുസരിച്ച് റോസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വന്നാൽ ഇത് നമുക്ക് വലുതായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഗ്രാനി സ്ക്വയർ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ പൗച്ചുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.